സൈൻ റൂട്ട്സ് ആയിരുന്നു അല്ലേ. അതിന് നമ്മളൊരു പ്രോബ്ലം ചെയ്തായിരുന്നു, ഫൈൻഡ് ദ 3 ക്യൂബ് റൂട്ട്സ് ഓഫ് -8i. ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ 2 സ്ക്വയർ റൂട്ട്സ് ഓഫ് √3 + i. ഫൈൻഡ് ദ 2 സ്ക്വയർ റൂട്ട്സ് ഓഫ് √3 + i. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ആദ്യം ഇവിടെ തന്നിട്ടുണ്ട് z എന്താണ് √3 + i ആണ് അല്ലെ. അതായത് റിയൽ പാർട്ട് എന്താണ് √3 ആൻഡ് ഇമാജിനറി പാർട്ട് y = 1 ആണ് അല്ലെ. നമുക്ക് r എങ്ങനെ കാണാം? r എന്ന് പറഞ്ഞാൽ മോഡ് z ആണ്, അതായത് √(x² + y²). √(x² എന്ന് പറഞ്ഞാൽ √3² + y² എന്ന് പറഞ്ഞാൽ 1² അല്ലെ. √4 എന്ന് വരും, ദാറ്റ് ഈസ് 2 എന്ന് കിട്ടി. അപ്പോൾ r കിട്ടി 2 ആണ്. അതുപോലെ തീറ്റ എന്ത് എഴുതാം? തീറ്റ എന്ന് പറഞ്ഞാൽ tan inverse of y/x ആണ്, ഈക്വൽ ടു tan inverse of y എന്താണ് 1/√3 അല്ലെ. എപ്പോഴാണ് ടാനിന്റെ വാല്യൂ 1/√3 ആകുന്നത്? തീറ്റ π/6 ആകുമ്പോൾ. അപ്പോൾ തീറ്റ = π/6 ആണ് കിട്ടി. ഇനി ഇത് ആർഗ്യുമെന്റ് ഓഫ് z എന്താ വരിക? ആർഗ്യുമെന്റ് ഓഫ് z ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റ π/6 ആണ് അല്ലെ. അതായത് 1 x √3 1 ആണ് വരുന്നത്. √3 1 എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാവുമ്പോൾ നമുക്ക് തീറ്റനെ എന്ത് എഴുതാം? ഏതാണോ വാല്യൂ അത് തന്നെ അല്ലേ. ആർഗ്യുമെന്റ് ഓഫ് z തീറ്റ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആർഗ്യുമെന്റ് ഓഫ് z എന്താ വരുന്നത്? π/6 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 സ്ക്വയർ റൂട്ട്സ് ഓഫ് √3 + i. സ്ക്വയർ റൂട്ട് ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യൂബ് റൂട്ട് ആണ് ചെയ്തിരുന്നത്, അപ്പോൾ സ്ക്വയർ റൂട്ട് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ √3 + i? ഇതിന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് പോളാർ ഫോം എന്ന് പറഞ്ഞാൽ എന്ത് വരും? z = r cos θ + i sin θ ആണ് അല്ലെ. അപ്പൊ ഇതിന് എന്ത് എഴുതാം? z = r എന്താ ഇപ്പൊ കിട്ടിയത് നമുക്ക്? 2 cos θ cos π/6 + i sin π/6. ഓക്കെ, ഇതാണ് ഇതിന്റെ പോളാർ ഫോം വരുന്നത്. r ഇപ്പൊ നമുക്ക് 2 ആണെന്ന് കിട്ടി, അതുപോലെ തന്നെ θ π/6 ആണെന്ന് കിട്ടി. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ എഴുതാം? √3 + i = 2 cos π/6 + sin π/6 എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ എന്താ നമുക്ക് കാണേണ്ടത്? സ്ക്വയർ റൂട്ട് ആണ് അല്ലെ. ഈക്വൽ ടു ഇതിന് എന്ത് എഴുതാം? 2 cos π/6 + 2kπ അല്ലെ. നമ്മൾ 2π പീരിയഡിലാവുന്നതുകൊണ്ട് തന്നെ π/6ന്റെ എല്ലാ 2π മൾട്ടിപ്പിൾസും ഉണ്ടായിരുന്നു അല്ലെ. പ്ലസ് i sin π/6 + 2kπ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സ്ക്വയർ റൂട്ട് ആണ് അല്ലെ. √3 + iന്റെ സ്ക്വയർ റൂട്ട് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 2 cos π/6 + 2kπ plus i sin π/6 + 2kπ all raised to 1/2 എന്ന് വരും. ഓക്കെ, all raised to 1/2 എന്ന് വരും. അപ്പോൾ ആദ്യം 2 അല്ലേ. 2ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് വരും √2. ദെൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താ വരിക? ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഡിമോവേഴ്സ് ഫോർമുല അല്ലെ, അത് അപ്ലൈ ചെയ്യാം. അതെന്തായിരുന്നു ഡിമോവേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ? cos θ plus i sin θ all raised to n is equal to cos n θ plus i sin n θ. അതായത് ഇവിടെ n 2ഓ 3ഓ ഏതോ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 2നെ 3ലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ. അതായത് ആംഗിളിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ എന്താണ്? n-ന്റെ പ്ലേസിൽ 1/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആംഗിളിന്റെ കൂടെ ആ n-നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ 1/2നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ടോട്ടൽ ഈ ഒരു ആംഗിളിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഡിമോവേഴ്സ് ഫോർമുല പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? cos π/6 നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? π/12 അല്ലേ. പ്ലസ് 2kπ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2kπ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ kπ എന്ന് വരും. പ്ലസ് i ഇൻറ്റു സൈനും അതുപോലെ തന്നെ വരും അല്ലേ. sin π/12 പ്ലസ് kπ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. എത്ര എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്? 2 സ്ക്വയർ റൂട്ട്സ് ആണ്. അപ്പൊ 2 സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പൊ എന്ത് വരുന്നത്? WK എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് kക്ക് 0 കൊടുത്താൽ എന്ത് വരും? W0 കിട്ടും അല്ലേ. അതായത് അതാണ് ഫസ്റ്റ് റൂട്ട്. അപ്പൊ എന്ത് വരും? √2 cos π/12. kക്ക് 0 കൊടുത്താൽ അത് പോയില്ലേ, പിന്നെ അതില്ല. പ്ലസ് എന്ത് വരും? i sin π/12. അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് റൂട്ട്. W0 = √2 cos π/12 plus i sin π/12. അതുപോലെ W1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? W1 = √2 cos π/12 plus
1 വരും അല്ലേ. കേക്ക് 1 കൊടുത്താൽ 1 × π എന്ന് പറഞ്ഞാൽ പൈ അല്ലേ. അപ്പം എന്തൊരു π/12 പ്ലസ് പൈ പ്ലസ് ഐ സൈൻ π/12 പ്ലസ് പൈ വരും. ഓക്കെ, അപ്പോൾ അതാണ് W1 W2 രണ്ട് റൂട്ട്സ് സ്ക്വയർ റൂട്ട്സ് ഓഫ് √3 പ്ലസ് ഐ വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി പവേഴ്സ് ആൻഡ് റൂട്ട്സ് ക്ലിയർ ആയില്ലേ കംപ്ലീറ്റ് ആയിട്ട്? ഇത് എങ്ങനെയാണ് റൂട്ട് കാണുന്നത്, എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കോംപ്ലക്സ് നമ്പറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു കോംപ്ലക്സ് പ്ലെയിന് ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ആ ഒരു പോയിന്റിൽ മറ്റുള്ള പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നൈബർഹുഡ്, അതിൻ്റെ എക്സ്റ്റീരിയർ എന്താണ്, ഇൻറ്റീരിയർ എന്താണ്, ബൗണ്ടറി പോയിന്റ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് നൈബർഹുഡ് ആണ്. എന്താണ് ഒരു നൈബർഹുഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് Z0. ഓക്കെ, അപ്പോൾ ആ Z0ന്റെ നൈബർഹുഡ് is the set of all points for which mod Z minus Z0 less than epsilon. എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോയിന്റ് ആണ്. അതായത് നൈബർഹുഡ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കോംപ്ലക്സ് പ്ലെയിനിനകത്തെ Z0 എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന്റെ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ is the set of all points for which mod Z minus Z0 less than epsilon. ഒരു സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ആണ് അല്ലേ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നൈബർഹുഡ് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ആണ്. അതെങ്ങനെ ആയിരിക്കണം? മോഡ് Z മൈനസ് Z0 ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഇതൊരു സർക്കിൾ ആണ് അല്ലേ. മോഡ് Z മൈനസ് Z0 എന്ന് പറഞ്ഞാൽ Z0 സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. അപ്പോൾ ആ Z0 എന്നുള്ള പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ അതിൽ ലെസ് ദാൻ, അതായത് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ ഉദ്ദേശിക്കുന്നത് ഇത് റേഡിയസ് ആണ് എപ്സിലോൺ, ഇതാണ് വരുന്നത് അല്ലേ. അതായത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് അല്ലേ ഇത് ഉണ്ടാവില്ല. അതായത് ഈ ഒരു കർവ് ഉണ്ടായില്ല. ബാക്കി പോർഷൻസ് ഒക്കെ അതായത് എപ്സിലോണിന് താഴെ വരുന്ന ഇതാണ് ഇപ്പോൾ എപ്സിലോൺ, ഇതാണ് ഡിസ്റ്റൻസ് എപ്സിലോൺ എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ വരുന്ന ബാക്കി എല്ലാ റീജിയൻ, ബാക്കി എല്ലാ പോയിന്റ്സും അതിന്റെ എന്താന്ന് പറയാം, നമുക്ക് നൈബർഹുഡ് ആണെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൗണ്ടറി അല്ലേ, അതായത് ഇതിന്റെ ഒരു ബൗണ്ടറിയും കൂടെ നമുക്ക് അതിന്റെ നൈബർഹുഡ് ആണെന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. Z0 എന്നുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഫോർ വിച്ച് മോഡ് Z മൈനസ് Z0 ലെസ് ദാൻ എപ്സിലോൺ. ഈ ഒരു സർക്കിൾ അല്ലെ, ഈ ഒരു സർക്കിളിനെ അതായത് മോഡ് Z മൈനസ് Z0 എന്ന് പറഞ്ഞാൽ വേറെ ഏതൊരു പോയിന്റ് Z എന്നുള്ള ഏതൊരു പോയിന്റ്, ഇപ്പൊ ഇവിടെയാണ് Z എന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? എപ്സിലോണിന്റെ താഴെ വരണം. സപ്പോസ് ഇതാണ് എപ്സിലോൺ എങ്കിൽ എപ്സിലോണിന്റെ താഴെ നിൽക്കുന്ന ഏത് പോയിന്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? അതിന്റെ നൈബർഹുഡ് ആണെന്ന് വിളിക്കാം. ക്ലിയർ ആയില്ലേ? എന്താണ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ സപ്പോസ് ഇവിടെ Z1 ഉള്ള വേറൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ Z0ഉം Z1ഉം തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഇതെന്താവണം? എപ്സിലോണിന് താഴെ വരിക എന്നുണ്ടെങ്കിൽ ആ Z1 Z0ന്റെ എന്താന്ന് പറയാം? നൈബർഹുഡ് ആണെന്ന് പറയാം. ക്ലിയർ? അപ്പൊ അതാണ് നൈബർഹുഡ്. ഈ ഒരു എപ്സിലോണിനെ നമുക്ക് റേഡിയസ് ഓഫ് ദി നൈബർഹുഡ് എന്ന് വിളിക്കാം കേട്ടോ. ഇനി എക്സ്റ്റീരിയർ, ഇന്റീരിയർ ആൻഡ് ബൗണ്ടറി പോയിന്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇന്റീരിയർ പോയിന്റ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു കോംപ്ലക്സ് പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിന്റെ ഒരു സബ്സെറ്റ് ആണ് എസ് അല്ലേ. അപ്പൊ ഒരു Z0 എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ Z0നെ ഈ എസിന്റെ ഇന്റീരിയർ പോയിന്റ് ആണെന്ന് വിളിക്കണമെങ്കിൽ എസിന്റെ എന്താണ്? ഇന്റീരിയർ പോയിന്റ് അല്ലേ. ഇന്റീരിയർ പോയിന്റ് ആണെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവണം. അതായത് Z0ന് എന്തുണ്ടായിരിക്കണം? ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യുക. Z0ന് എന്തുണ്ടായിരിക്കണം? ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു നൈബർഹുഡ് ഉണ്ടെങ്കിൽ Z0ന്റെ നൈബർഹുഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വേറൊരു പോയിന്റ് Z1 ഇവിടെ ഉണ്ടെങ്കിൽ ആ Z1ഉം Z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായാലും മതി? എപ്സിലോണിനേക്കാൾ ചെറുതായാൽ മതി അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു നൈബർഹുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ നൈബർഹുഡിന്റെ അകത്ത് എല്ലാ പോയിന്റ്സും എന്തായിരിക്കണം? ഈ ഒരു എസിന്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ എസ് എങ്കിൽ ആ എസിന്റെ അകത്തുള്ള പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ആ നൈബർഹുഡിൽ വരാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് എന്തായാലും എസിന്റെ അകത്തുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. എസ് ഇതാണ് റീജിയൻ എന്നുണ്ടെങ്കിൽ എസിന്റെ അകത്തുള്ള പോയിന്റ്. അപ്പൊ നമ്മൾ ഈ Z0 എന്നുള്ള ഒരു പോയിന്റ് വരച്ചു. Z0 എന്നുള്ളതിന്റെ നൈബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ എസിന്റെ ഉള്ളിൽ അല്ലെ, എസിന്റെ അകത്തുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ അവിടെ വരാൻ പറ്റുക. അത്തരത്തിലുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്റീരിയർ പോയിന്റ് വിളിക്കാം.
ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി പോയിന്റ്സ് ഓഫ് എസ്. എസ്സിലെ പോയിന്റ്സ് മാത്രമാണ് ആ നൈബർഹുഡിൽ ഉണ്ടാവേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് പ്ലെയിൻ, ആ പ്ലെയിനിന്റെ ഒരു സബ്സെറ്റ് ആണ് എസ് എന്നുണ്ടെങ്കിൽ എസ്സിന് Z0 എന്നുള്ളൊരു പോയിന്റ് എടുക്കുക. ആ Z0നെ നമ്മൾ അതിൻ്റെ ആ എസ്സിന്റെ ഇന്റീരിയർ പോയിന്റ്, ആ Z0നെ നമ്മൾ ആ എസ്സിന്റെ ഇന്റീരിയർ പോയിന്റ് ആണെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? Z0ന് ഒരു നൈബർഹുഡ് ഉണ്ടായിരിക്കണം. ആ നൈബർഹുഡ് എന്തായിരിക്കണം? ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി പോയിന്റ്സ് ഓഫ് എസ്. അല്ലെ, ആ നൈബർഹുഡ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു എസ്സിന്റെ അകത്തുള്ള, എസ്സിന്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് വരുന്നത് അല്ലേ, പോയിന്റ്സ് ആയിരിക്കണം. ഈ എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാലോ, എക്സ്റ്റീരിയർ പോയിന്റ് പറഞ്ഞാല് ഇഫ് ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് വിത്ത് സെന്റർ Z0 വിച്ച് കണ്ടെയ്ൻസ് നോ പോയിന്റ്സ് ഓഫ് എസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ പോയിന്റ് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് Z0 ഇവിടെയാണെന്നുണ്ടെങ്കിൽ അല്ലേ, Z0 ഇവിടെയാണെന്നുണ്ടെങ്കിൽ Z0ന്റെ ഒരു നൈബർഹുഡ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക? ഇവിടെയാണ് കിട്ടുക. ദാറ്റ് കണ്ടെയ്ൻസ്, ഈ നൈബർഹുഡിൽ എന്താണ്, എസ്സിലെ പോയിന്റ്സ് ഉണ്ടോ? ഇല്ല, എസ് വേറെയാണ് നിൽക്കുന്നത്, Z0 എന്താണ്, വേറെയാണ് അല്ലേ. അപ്പൊ നമുക്ക് അത് എന്ത് കിട്ടും? Z0 എന്നുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നൈബർഹുഡിലുള്ള ഒരു പോയിന്റ്സും തന്നെ എസ്സിലെ പോയിന്റ്സ് ആവരുത്, അതാണ് പറയുന്നത്. ഇതിന്റെ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അത് എന്താവരുത്? എസ്സിലെ പോയിന്റ്സ് ആവരുത്. അപ്പോൾ അതാണ് എക്സ്റ്റീരിയർ പോയിന്റ്. ഇനി ബൗണ്ടറി പോയിന്റ് പറഞ്ഞാലോ, ബൗണ്ടറി പോയിന്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ വരക്കാം അല്ലെ. ബൗണ്ടറി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് Z0 അല്ലെ, അത് ഞാൻ ബൗണ്ടറി പോയിന്റ് ആണെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, ബൗണ്ടറിയിലാണ് നമുക്കറിയാം അല്ലെ, ബൗണ്ടറി പോയിന്റ് ആണെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ നൈബർഹുഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ, കുറച്ച് ഭാഗം എസ്സിന്റെ അകത്തും കുറച്ച് ഭാഗം എന്ത് ചെയ്യണം? എസ്സിന്റെ പുറത്തും വരും. അതായത് കുറച്ച് പോർഷൻ അതിന്റെ എസ്സിന്റെ ഇന്റീരിയർ പോയിന്റ് ആയിട്ടും കുറച്ച് ഭാഗം എസ്സിന്റെ എക്സ്റ്റീരിയർ പോയിന്റ് ആയിട്ട് പോകും. അത്തരത്തിലുള്ള പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ബൗണ്ടറി പോയിന്റ്. ക്ലിയർ? ഇനി എക്സാമ്പിൾ നോക്കാം. ലെറ്റ് S is equal to Z such that mod 2 less than mod Z less than 4. ഈ ഒരു കേസിൽ ഇതെന്താ വരുന്നത്? ഒരു സർക്കിൾ ആണ് അല്ലെ. സർക്കിൾ വിത്ത് സെന്റർ 0 ആൻഡ് റേഡിയസ് 4. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സർക്കിളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതായിരിക്കും റീജിയൻ വരിക. കാരണം എന്താണ്? മോഡ് Z ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഇതാണ് സർക്കിൾ, ആൻഡ് മോഡ് Z ഗ്രേറ്റർ ദാൻ 2 പറഞ്ഞാൽ ഇതാണ് സർക്കിൾ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇതായിരിക്കും റീജിയൻ വരുന്നത്. ഇതാണ് S എന്ന് പറഞ്ഞ സബ്സെറ്റ് വരുന്നത് അല്ലെ. S എന്നുള്ള റീജിയൻ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ, അപ്പോൾ അതായത് ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയൻ, ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലർ റിംഗ് ഓർ ആനുലസ്. കാരണം ഇത് രണ്ട് സർക്കിളിന്റെ ഇടയിൽ വരുന്ന ഒരു റീജിയൻ ആണ് അല്ലേ. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വിളിക്കുക. ഇന്റീരിയർ പോയിന്റ് എവിടെ വരിക? മോഡ് Z is equal to 2 ആൻഡ് മോഡ് Z is equal to 4. ഇതിന്റെ ഈ രണ്ട് സർക്കിളിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു പോർഷൻ, ഇവിടെ നമുക്ക് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? അതിന്റെ ഇന്റീരിയർ പോയിന്റ് ആവില്ലേ. എവരി പോയിന്റ് ബിറ്റ്വീൻ ടു കോൺസെൻട്രിക് സർക്കിൾ മോഡ് Z is equal to 2 ആൻഡ് മോഡ് Z is equal to 4 ഈസ് എ ഇന്റീരിയർ പോയിന്റ് അല്ലേ. കാരണം ഇവിടെ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ ഒരു നൈബർഹുഡ് വരച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും? എസ്സിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റീജിയൻ എന്താണ്? ഇന്റീരിയർ പോയിന്റിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു മോഡ് Z is equal to 2, എക്സ്റ്റീരിയർ പോയിന്റ് എവിടെ വരിക? മോഡ് Z is equal to 2, ഇത് എക്സ്റ്റീരിയർ പോയിന്റ് ആണ് അല്ലെ. മോഡ് Z is equal to 2 എന്നുള്ളതിന്റെ ഈ ഉള്ളിൽ വരുന്ന പോർഷൻ, ഇത് ശരിക്കും എന്താണ്? ഇത് നമ്മുടെ റീജിയന്റെ അകത്ത് വരുന്നില്ല. അപ്പൊ ഇത് എക്സ്റ്റീരിയർ പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇതും മോഡ് Z ഈക്വൽ ടു 4 എന്നുള്ള ഈ ഒരു സർക്കിളിന്റെ ഔട്ട്സൈഡും, ഈ ഒരു സർക്കിളിന്റെ ഔട്ട്സൈഡും, അതുപോലെ തന്നെ മോഡ് Z is equal to 2 എന്നുള്ള ഈ ഒരു സർക്കിളിന്റെ ഇൻസൈഡും അല്ലെ, അതും എന്തായിരിക്കും? എക്സ്റ്റീരിയർ പോയിന്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നൈബർഹുഡ് വരച്ചാൽ അത് എന്തായാലും ഈ റീജിയനിലേക്ക് വരില്ല അല്ലെ. അത് എസ്സിന്റെ പുറത്തായിരിക്കും എന്തായാലും. ഒരു പോയിന്റും എസ്സിൽ അത് കിട്ടില്ല നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു പോയിന്റ് Z0 എടുത്തു കഴിഞ്ഞാൽ അതിന് നൈബർഹുഡ് വരച്ചാലും ഒരിക്കലും എസ്സിലുള്ള ഒരു പോയിന്റ്സും അതിൽ കിട്ടില്ല. ഇനി ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞാലോ, ബൗണ്ടറി പോയിന്റ്സ് എവിടെയാണ് വരിക? മോഡ് Z is equal to 2 എന്നുള്ള ഈ ഒരു സർക്കിളിന്റെ ഇത് ബൗണ്ടറി ആണ് അല്ലേ. മോഡ് Z is equal to 2 എന്നുള്ള ഈ ഒരു സർക്കിളും അതുപോലെ തന്നെ മോഡ് Z is equal to 4 എന്നുള്ള സർക്കിളും എന്തായിരിക്കും? ബൗണ്ടറി പോയിന്റ് ആയിരിക്കും. കാരണം മോഡ് Z is equal to 2 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും വരിക. അപ്പൊ ഇതെന്താണ്? ബൗണ്ടറി പോയിന്റ് ആണ്. ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് ഭാഗം എസ്സിലുള്ളതും കുറച്ച് ഭാഗം എസ്സിൽ ഇല്ലാത്ത പോയിന്റാണ് കിട്ടുക. അപ്പൊ ഇതെന്തായിരിക്കും? ബൗണ്ടറി പോയിന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മോഡ് Z is equal to 4 എന്നുള്ള ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ എസ്സിലുള്ളതും കുറച്ച് എസ്സിൽ ഇല്ലാത്തതും കിട്ടും നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതെന്താന്ന് പറയാം?
ബൗണ്ടറി പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്റീരിയർ പോയിന്റ്. അതായത് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ള ഈ ഒരു കോൺസെൻട്രിക് സർക്കിൾസിന്റെ ആനുലസ് റീജിയൻ അതായത് സർക്കുലർ റീജിയൻ, ആനുലസ് റീജിയൻ, സർക്കുലർ റിംഗ് എന്ന് പറയുന്ന ഈ പോർഷൻ ആണ് ഇന്റീരിയർ ഓഫ് ദി ഇന്റീരിയർ പോർഷൻ. അപ്പോൾ അതാണ് ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള പോർഷനും മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതിന്റെ ഉള്ളിലുള്ളതും അതുപോലെ തന്നെ മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ളതിന്റെ ഔട്ട് സൈഡിലുള്ള ഈ ഒരു പോർഷൻ, ഇത്രയും ഈ ഭാഗം എന്തായിരിക്കും എക്സ്റ്റീരിയർ പോയിന്റ്സ് ആയിരിക്കും. പിന്നെ ഇത് രണ്ടും ബൗണ്ടറി വരും.